പലപ്പോഴും സമ്മിശ്രമായിരിക്കുന്ന വികാരങ്ങളാണ് ഇടവക ജീവിതത്തിലും ഇടവകയുടെ അനുഭവങ്ങളിലും നമുക്ക് ലഭ്യമാകുന്നത്. ചിലത് നിരാശ വരുത്തും, ചിലത് ധൈര്യം വരുത്തും, ചിലത് വളർച്ച വരുത്തും, ചിലത് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട് ഇടയാക്കും. ഇങ്ങനെയുള്ള വിവിധ അനുഭവങ്ങൾ പല രംഗങ്ങളിലുമുണ്ട്. ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. സഭയിൽ ഇവിടുത്തെ കുവൈറ്റ് ഇടവകയെ ഒരു കാലത്തും റദ്ദാക്കിയിട്ടില്ല, പിരിച്ചുവിട്ടിട്ടില്ല, പിരിച്ചു വെച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കട്ടെ. ഇടവക ഇല്ലാതെയാക്കിയിട്ടല്ല പുതിയ ഇടവകൾ ഉണ്ടാകുന്നത്, പിന്നെയോ ഇടവകളെ വിഭജിച്ചിട്ടാണ്. അത് ഒരുമിച്ച് കുവൈറ്റ് സംസ്ഥാനത്തുള്ളതായ എല്ലാ ഇടവകളും കൂടെ ഒരുമിച്ച് ഒരു കൂട്ടായ്മയായിട്ട് നിൽക്കുമ്പോഴാകുന്നു കുവൈറ്റ് സെന്റർ എന്ന് നമുക്ക് പറയുവാൻ കഴിയുന്നത്. കുവൈറ്റ് സെന്ററാണ് കുവൈറ്റിലെ മാർത്തോമാ ഇടവക. അതിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാകുന്നു അതിൻ്റെ വിവിധ പാരീഷസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് അത്യാവശ്യമുണ്ട്. പിന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, ഒരാരാധന മുടക്കുക എന്ന് പറയുന്നത് ഗൗരവതരമായിരിക്കുന്ന ഒരു സംഗതിയാണ്. ക്ഷമ അർഹിക്കുന്ന ഒന്നല്ല. എന്നാൽ ആ പിതാവ് അവകാശവും വാങ്ങിച്ചുകൊണ്ട് പോയ മകൻ തിരിച്ചു വന്നപ്പോൾ സ്വീകരിച്ചതുപോലെ എന്തെല്ലാം കുഴപ്പമുണ്ടാക്കിയാലും അവർ നമ്മുടെ മക്കളല്ലേ. ആ ചെയ്തത് തെറ്റാണെന്ന് അവർക്ക് ബോധ്യമായാൽ മതി. ഒരു കാര്യത്തും മേൽ നടപടി ഉണ്ടാകുകയില്ല. എന്നാൽ അതേസമയം തന്നെ വീണ്ടും ഞാൻ ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞാൽ ക്ഷമയ്ക്കും ചിലപ്പം 70 വട്ടം എന്നാ പറഞ്ഞിരിക്കുന്നത്. പണ്ടൊരാൾ ചോദിച്ചു 71ാമത്തെ പ്രാവശ്യം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അത് ഇപ്പോൾ സംഗതമല്ല എന്നുള്ളത് മാത്രം ഓർമ്മിപ്പിക്കും.